നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായാണ് ക്ഷേത്രങ്ങളുടെ നാടായ കാഞ്ചീപുരം സ്ഥിതി ചെയ്യുന്നത്. സതീദേവിയുടെ നാഭിസ്ഥലം പതിച്ച ഇടമായി കരുതുന്ന കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. ഇതുകൂടാതെ ആദി ശങ്കരാചാര്യ സ്ഥാപിച്ച ശ്രീചക്രം, നവഗ്രഹ ദോഷ പരിഹാര സ്ഥലം എന്നിങ്ങനെ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാഞ്ചി കാമാക്ഷി ദേവിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കാഞ്ചീപുരം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാഞ്ചീപുരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏകാംബരേശ്വര ക്ഷേത്രത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി കാഞ്ചീപുരം നഗരത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാം. ഭാരതത്തിലെ 7 പുണ്യ നഗരങ്ങളിൽ ഒന്നാണ് കാഞ്ചീപുരം. കാശി, അയോധ്യ, മധുര, ദ്വാരക, ഹരിദ്വാർ, ഉജ്ജയിൻ, കാഞ്ചീപുരം എന്നിവയാണ് സപ്തമോക്ഷപുരികൾ എന്നറിയപ്പെടുന്ന 7 പുണ്യ നഗരങ്ങൾ. അതിൽ കാഞ്ചീപുരമാണ് ദക്ഷിണ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യ നഗരം. 1000 ക്ഷേത്രങ്ങളുടെ നഗരം എന്ന് കാഞ്ചീപുരം അറിയപ്പെടുന്നതിന്റെ കാരണം നമുക്ക് അവിടെ എത്തിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ചെറുതും വലുതുമായി പുരാതനമായ നിരവധി ക്ഷേത്രങ്ങൾ കാഞ്ചീപുരത്തുണ്ട്. ഓരോ ക്ഷേത്രങ്ങളും കടന്നുപോയ നിരവധി സംസ്കാരങ്ങളുടെ തെളിവുകളായി അവശേഷിക്കുന്നു. ഹിന്ദുമതത്തിന്റെ മാത്രമല്ല ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു കാഞ്ചീപുരം. CE 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ പല്ലവരുടെ തലസ്ഥാന നഗരമായിരുന്നു കാഞ്ചീപുരം. പിന്നീട് ചോഴർ, പാണ്ഡ്യർ, വിജയനഗര രാജാക്കന്മാർ, മുഗൾ രാജവംശം, ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ നിരവധി ഭരണാധികാരികൾ ഭരിച്ചിരുന്ന സ്ഥലമാണ് കാഞ്ചീപുരം. അതുകൊണ്ട് തന്നെ പല സംസ്കാരങ്ങളുടെയും അവശേഷിപ്പുകൾ ഇന്നും കാഞ്ചീപുരത്ത് കാണാം. ഇതുകൂടാതെ ശുദ്ധമായ പട്ടുനൂലിഴകളിൽ തയ്യാറാക്കുന്ന പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികളുടെ നിർമ്മാണ കേന്ദ്രം കൂടിയാണിവിടം. കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം ശക്തി ക്ഷേത്രമായും മുക്തി ക്ഷേത്രമായും സിദ്ധി ക്ഷേത്രമായും അറിയപ്പെടുന്നു. അതിന് കാരണമായി പറയുന്നത് 51 ശക്തിപീഠങ്ങളിൽ ഒന്ന്, 7 മുക്തി സ്ഥലങ്ങളിൽ ഒന്ന്, പ്രാർത്ഥനകൾക്ക് സിദ്ധി ലഭിക്കുന്ന സ്ഥലം എന്നിവയാണ്. 51 ശക്തിപീഠങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ശക്തിപീഠങ്ങൾ എന്ന് ആദ്യം മനസ്സിലാക്കാം. ദക്ഷയാഗത്തിൽ പങ്കെടുക്കാനെത്തിയ സതീദേവി ദക്ഷൻ ശിവനെ അപമാനിച്ചതിനെ തുടർന്ന് യാഗാഗ്നിയിൽ ചാടി ജീവൻ വെടിഞ്ഞു. പത്നി വിയോഗത്താൽ ദുഃഖിതനായ മഹാദേവൻ യാഗസ്ഥലത്തു നിന്നും ദേവിയുടെ ശരീരവും എടുത്തുകൊണ്ട് അലഞ്ഞു നടന്നു. മഹാദേവൻ ഇങ്ങനെ ദേവിയുടെ ശരീരവുമായി അലയുന്നത് മംഗളകരമല്ലെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ഉടൽ പല ഭാഗങ്ങളായി മുറിച്ചു. തുടർന്ന് ദേവിയുടെ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ പല സ്ഥലങ്ങളിലായി പതിക്കുകയും ചെയ്തു. സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ച 51 സ്ഥലങ്ങൾ പിന്നീട് 51 ശക്തിപീഠങ്ങൾ എന്നറിയാൻ തുടങ്ങി. ഈ 51 ശക്തിപീഠങ്ങളിൽ ദേവിയുടെ നാഭി അഥവാ പൊക്കിൾ ഭാഗം വീണ സ്ഥലമാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. കാമാക്ഷി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നത് കാഞ്ചീപുരത്തുള്ള എല്ലാ ശിവക്ഷേത്രങ്ങൾക്കും കൂടിയുള്ള ഒരേ ഒരു ദേവീ ക്ഷേത്രമാണ് കാമാക്ഷി കോവിൽ. അതിനാൽ കാഞ്ചീപുരത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നിലും പാർവതി ദേവിക്ക് പ്രത്യേക സന്നിധികളില്ല എന്നതും ശ്രദ്ധേയമാണ്. കാഞ്ചി എന്ന പദത്തിന് അരയിൽ അണിയുന്ന ആഭരണം എന്നും അർത്ഥമുണ്ട്. അതിനാൽ ഈ ക്ഷേത്രത്തിനെ ഒഡ്യാണ പീഠനിലയം എന്നും അറിയപ്പെടുന്നു. കാഞ്ചിയിൽ ദേവി കാമാക്ഷിയായി അവതരിച്ചതിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ കാമാക്ഷിയമ്മൻ കോവിലുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇതാണ്. ഒരിക്കൽ ഭണ്ഡാസുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഭണ്ഡാസുരൻ തപസ് ചെയ്ത് ശിവനിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നുമെല്ലാം ചില പ്രത്യേക വരങ്ങൾ നേടിയിരുന്നു. വരങ്ങൾ ലഭിച്ച ഭണ്ഡാസുരൻ അതീവ ബലശാലിയായും അഹങ്കാരിയായും തീർന്നു. ഭണ്ഡാസുരന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിച്ചു. ഭണ്ഡാസുരനെ വധിക്കാൻ ആദിപരാശക്തിയായ ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ശിവൻ അറിയിച്ചു. ശിവന്റെ നിർദ്ദേശപ്രകാരം കാഞ്ചീപുരത്തെത്തിയ ദേവന്മാർ കിളികളുടെ രൂപത്തിൽ ആദിപരാശക്തിയെ തപസ് ചെയ്തു. ദേവന്മാരുടെ സങ്കടം മനസ്സിലാക്കിയ ദേവി ഭണ്ഡാസുരനെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 18 കൈകളോടുകൂടി ഭൈരവ രൂപിണിയായി പ്രത്യക്ഷയായ ദേവി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന ഭണ്ഡാസുരനെ വധിക്കുകയും അസുരന്റെ തലയുമായി കാമക്കോട്ടം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെത്തുകയും ചെയ്തു. നിഗ്രഹം നടത്തിയ ഉഗ്രരൂപത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബാലികയുടെ രൂപത്തിലാണ് ദേവി ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷയായത്.
ദേവന്മാരുടെ മുന്നിലെത്തിയ ബാലിക ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അവിടെ ഒരു കുഴിയെടുത്ത് ഭണ്ഡാസുരന്റെ തല മറവ് ചെയ്ത് അതിനു മുകളിൽ ഒരു വിജയസ്തംഭം സ്ഥാപിക്കണം എന്നും ആവശ്യപ്പെട്ടു. അസുരനെ വധിക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഈ ബാലിക ആരാണെന്ന് ദേവന്മാർ ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു അശരീരി ഉണ്ടായി. ഗായത്രി മന്ത്രത്തിന്റെ 24 അക്ഷരങ്ങൾ 24 തൂണുകളായും 4 വേദങ്ങൾ 4 ചുവരുകളുമായുള്ള ഒരു മണ്ഡപം നിർമ്മിച്ച ശേഷം അതിന്റെ വാതിലുകൾ അടച്ച് പുറത്ത് കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു. പിറ്റേന്ന് സൂര്യോദയ സമയത്ത് ഗോപൂജ നടത്തിയ ശേഷം വാതിൽ തുറന്നു നോക്കുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു അശരീരി. അതിൻ പ്രകാരം ഉടൻ തന്നെ ദേവന്മാർ ഭണ്ഡാസുരന്റെ തല മറവ് ചെയ്യാനായി ഒരു കുഴിയെടുത്തു. അപ്പോൾ ആ കുഴിയിൽ നിന്നും മല്ലകൻ എന്ന അസുരൻ പുറത്തു വന്നു. മല്ലകനിൽ നിന്നും രക്ഷ നേടാനായി ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു മല്ലകനുമായി യുദ്ധം ആരംഭിച്ചു. എന്നാൽ മല്ലകന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ അസുരന്മാരുണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അസുരന്മാർ പെരുകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അസുരനെ വധിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ ശിവന്റെ സഹായം തേടി. ശിവൻ പ്രത്യക്ഷനാകുകയും ഭഗവാന്റെ ജടയിൽ നിന്നും 2 ഭൂതഗണങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ഭൂതങ്ങൾ മല്ലകന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന രക്തമെല്ലാം കുടിച്ചു വറ്റിക്കുകയും തുടർന്ന് മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് മല്ലകനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം ദേവന്മാർ ഭണ്ഡാസുരന്റെ തല കുഴിച്ചിടുകയും വിജയസ്തംഭം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് അശരീരി പ്രകാരം ഗായത്രി മണ്ഡപം നിർമ്മിച്ച് വാതിലുകൾ അടച്ച് പുറത്ത് കാത്തിരുന്നു. പിറ്റേന്ന് സൂര്യോദയ സമയത്ത് ഗോപൂജ നടത്തിയ ശേഷം വാതിൽ തുറന്ന ദേവന്മാർ കണ്ടത് ഗായത്രി മണ്ഡപത്തിന്റെ നടുവിൽ തെക്ക് കിഴക്ക് ദർശനമായി പത്മാസന രൂപത്തിൽ ഇരിക്കുന്ന ദേവിയെയാണ്. ഭണ്ഡാസുരനെ വധിച്ച് ബാലികയായി വന്നത് സാക്ഷാൽ ആദിപരാശക്തിയാണെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദേവിയെ നന്ദിയോടെ വണങ്ങുകയും ഭണ്ഡാസുരനെ പോലെയുള്ള അസുരന്മാരിൽ നിന്നും ഭക്തരെ രക്ഷിക്കാൻ ഇവിടെ തന്നെ തുടരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേവി കാമാക്ഷിയായി കാഞ്ചീപുരത്ത് അവതരിച്ചതെന്നാണ് വിശ്വാസം. സ്നേഹം തുളുമ്പുന്ന കണ്ണുകളോട് കൂടിയവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ഇവിടെ കാമാക്ഷി എന്ന് അറിയപ്പെടുന്നത്. ദേവിയുടെ 4 കൈകളിൽ പാശം, അങ്കുശം, പഞ്ചബാണ പുഷ്പം, കരിമ്പ് എന്നിവ കാണാം. ഗർഭഗൃഹത്തിൽ കാമാക്ഷി ദേവിയുടെ ഒരു വശത്തായി തപസ് കാമാക്ഷിയെ കാണാം. തപസ് കാമാക്ഷിക്ക് മുന്നിലായി ബിലാകാശം എന്നറിയപ്പെടുന്ന പാതാള ഗുഹയുണ്ട്. തമിഴിലെ ഐപ്പസി എന്നറിയപ്പെടുന്ന തുലാമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ദേവി ഈ ബിലാകാശത്തിലൂടെയാണ് അവതരിച്ചത് എന്നാണ് വിശ്വാസം. അതിനാൽ എല്ലാ വർഷവും ഐപ്പസി മാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ബിലാകാശം എന്നറിയപ്പെടുന്ന പാതാള ഗുഹയിൽ അഭിഷേകം നടത്തും. കാഞ്ചി കാമകോടി മഠത്തിൽ നിന്നുള്ള സ്വാമിമാർ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ബിലാകാശത്തിൽ അന്നേ ദിവസം 100 കണക്കിന് ലിറ്റർ പാൽ അഭിഷേകം നടത്തും. എന്നാൽ അഭിഷേകം ചെയ്യുന്ന പാൽ എവിടേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നത് ഇന്നും അത്ഭുതകരമായി തുടരുന്നു. ബിലാകാശത്തിന്റെ പ്രതീകമായി നാഭി അടയാളമായുള്ള ഒരു സ്തംഭം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നാഭി സ്തംഭത്തിനെ സന്താന സ്തംഭം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയെ ഒരു സ്ത്രീയായി സങ്കല്പിച്ചാൽ നാഭി സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് പ്രധാന ക്ഷേത്രം നിലനിൽക്കുന്നതെന്നാണ് വിശ്വാസം. ഒരു കുഞ്ഞിന് അമ്മയുടെ പൊക്കിൾ കൊടിയിലൂടെ ഊർജം ലഭിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഈ ബിലാകാശം വഴി ഊർജം ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ സന്താന സ്തംഭത്തിന് പൂജകളും പ്രാർത്ഥനകളും അർപ്പിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഗർഭഗൃഹത്തിൽ കാമാക്ഷി ദേവിയുടെ പ്രധാന വിഗ്രഹത്തിന് മുന്നിലായാണ് ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച ശ്രീചക്ര പ്രതിഷ്ഠയുള്ളത്. ശങ്കരാചാര്യർ കാഞ്ചി ക്ഷേത്രം സന്ദർശിക്കുന്ന വേളയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ ദേവി ഉഗ്രരൂപിണിയായി കാണപ്പെടുകയുണ്ടായി. അതിനാൽ ദേവിയെ ശാന്ത സ്വരൂപിണിയാക്കാനായാണ് ദേവി ചൈതന്യം ശ്രീചക്രത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിയത്. ദേവിയുടെ മുന്നിലുള്ള ശ്രീചക്രം ശിവശക്തി സ്വരൂപമാണ്. നവാവരണം എന്നറിയപ്പെടുന്ന 9 ചുറ്റുകളിൽ വെളിയിലുള്ള 4 ചുറ്റുകളിൽ ശിവാംശവും ഉള്ളിലുള്ള 5 ചുറ്റുകളിൽ ശക്തി അംശവുമാണ്. എന്നാൽ ശ്രീചക്രം എളുപ്പത്തിൽ ഭക്തർക്ക് ദർശിക്കാനാവില്ല. കാരണം എപ്പോഴും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച രീതിയിലാവും ശ്രീചക്രം കാണപ്പെടുക. ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവ് ഈ ക്ഷേത്രത്തിൽ പുത്രകാമൈഷ്ടി യോഗം നടത്തിയതായും അതിനുശേഷമാണ് ശ്രീരാമൻ ഉൾപ്പെടെയുള്ള 4 പുത്രന്മാർ ജനിച്ചതെന്നും ഐതിഹ്യമുണ്ട്. ദശരഥ മഹാരാജാവിന് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതുപോലെ സന്താന സൗഭാഗ്യത്തിനായി ഇവിടെ വന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ചൊരിയണമെന്ന് രാജാവ് ദേവിയോട് അപേക്ഷിച്ചിരുന്നുവത്രേ. അതിനാൽ നിരവധി ദമ്പതികൾ സന്താന സ്തംഭത്തിന് പൂജകൾ ചെയ്യാനായി ഇവിടേക്ക് എത്താറുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമായി വാരാഹി ദേവിക്ക് ഉൾപ്പെടെ നിരവധി സന്നിധികളുണ്ട്. കിഴക്ക് ദർശനമായി പൂർണ്ണ പുഷ്കല സമേത ധർമ്മശാസ്താവിനെ നമുക്ക് കാണാം. ശാസ്താവിനെ ദമ്പതി സമേതനായി കാണുന്നത് അപൂർവമായ കാഴ്ചയാണ്.
ശ്രീകോവിൽ ചുറ്റി വരുമ്പോൾ ആദിശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ കാണാം. ആദിശങ്കരാചാര്യർക്ക് കാമാക്ഷി ദേവി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളമായ പഞ്ചഗംഗാ തീർത്ഥത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. മല്ലകൻ എന്ന അസുരനുമായി മഹാവിഷ്ണു ഏറ്റുമുട്ടിയ ഐതിഹ്യം മുൻപ് പറഞ്ഞല്ലോ. മഹാവിഷ്ണുവിനെ സഹായിക്കാനായി ശിവൻ 2 ഭൂതങ്ങളെ സൃഷ്ടിച്ചു. മല്ലകന്റെ ചോര മുഴുവൻ കുടിച്ചു പറ്റിച്ച ഭൂതങ്ങൾ അസുരഗുണമുള്ളവരായി തീർന്നു. അതിനാൽ മല്ലകനെ വധിച്ച ശേഷം ഈ 2 ഭൂതങ്ങളും തങ്ങളുടെ നിലമറന്ന് മഹാവിഷ്ണുവിനോട് ഏറ്റുമുട്ടി. ഭഗവാൻ വിഷ്ണു ഭൂതങ്ങളുടെ മുകളിൽ കയറി നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവസാനം അവർക്ക് മുകളിൽ ശയിച്ചുകൊണ്ടും അവരെ പരാജയപ്പെടുത്തി. അസുര രക്തം കുടിച്ച് നിലമറന്നുപോയ ഭൂതങ്ങൾക്ക് അപ്പോഴാണ് തങ്ങളുടെ തെറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടായത്. ഉടനവർ മഹാവിഷ്ണുവിനോട് മാപ്പപേക്ഷിച്ചു. എന്നാൽ ശിവഭൂതഗണങ്ങളോട് ഏറ്റുമുട്ടിയത് മൂലം താനും പാപം ചെയ്തതായും അതിനാൽ ശിവനോട് പാപപരിഹാരത്തിന് ഉപദേശം നൽകണമെന്നും മഹാവിഷ്ണു അപേക്ഷിച്ചു. ഉടൻ ശിവൻ പ്രത്യക്ഷനാകുകയും ഭഗവാന്റെ ജടാമുടി 5 വശത്തേക്ക് പറിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ 5 ദിക്കിൽ നിന്നും ഗംഗാജലം പ്രവഹിക്കാൻ തുടങ്ങി. 5 ദിക്കിൽ നിന്നും ഗംഗാജലം വന്നതിനാൽ പഞ്ചഗംഗ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥത്തിൽ നീരാടി പാപവിമോചനം നടത്താൻ ശിവൻ വിഷ്ണുവിനെയും ഭൂതഗണങ്ങളെയും ഉപദേശിച്ചു. അങ്ങനെ വിഷ്ണുവിന്റെയും ഭൂതഗണങ്ങളുടെയും പാപം കഴുകിക്കളഞ്ഞ പഞ്ചഗംഗ പുണ്യതീർത്ഥമായി. ഈ 2 ഭൂതഗണങ്ങളും അന്നു മുതൽ പഞ്ചഗംഗയ്ക്ക് കാവലായി തുടരുകയും ചെയ്തു. അതിന്റെ പ്രതീകമായി പഞ്ചഗംഗാ തീർത്ഥത്തിന്റെ ഒരു ഭാഗത്തായി 2 ഭൂതങ്ങൾ ഇരിക്കുന്ന രീതിയിൽ 2 പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂതങ്ങളെ നിന്നും ഇരുന്നും കിടന്നും പരാജയപ്പെടുത്തിയ മഹാവിഷ്ണുവിനെ ഭൂതനിഗ്രഹ പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂതനിഗ്രഹ പെരുമാൾ സന്നിധിയിൽ ഭഗവാൻ നിൽക്കുന്നതും ഇരിക്കുന്നതും ശയിക്കുന്നതുമായ പ്രതിഷ്ഠകൾ ഓരോ നിലകളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചഗംഗാ തീർത്ഥത്തിന്റെ സമീപത്ത് തന്നെയാണ് ഭൂതനിഗ്രഹ പെരുമാൾ സന്നിധിയും സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിലൊന്നായ തിരുക്കൾവനൂർ ആദിവരാഹസ്വാമി ക്ഷേത്രവും കാമാക്ഷി കോവിലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ 4 രീതിയിലുള്ള ദർശനം കാമാക്ഷി ദേവി ക്ഷേത്രത്തിൽ നമുക്ക് ലഭിക്കും എന്നതും ഒരു പ്രത്യേകതയാണ്. ലക്ഷ്മി ദേവി ഇവിടെ സൗന്ദര്യ ലക്ഷ്മി എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം ചെമ്പകമരമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമായി എപ്പോഴും തത്തകൾ ഉൾപ്പെടെ കിളികൾ കൂട്ടമായി പറന്നുകൊണ്ടേയിരിക്കും. കാമാക്ഷി ദേവിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്നതിനും കേൾക്കുന്നതിനുമായി ധാരാളം തത്തകൾ ഇവിടെ ഉണ്ടാകും എന്നത് ഇവിടെ ഒരു വിശ്വാസമായി തുടരുകയാണ്. അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ശ്രീകോവിലിന് മുകളിലുള്ള സ്വർണ്ണ ഗോപുരത്തിൽ ധാരാളം തത്തകളെ നമുക്ക് കാണാൻ സാധിക്കും. ദുർവാസാവ് മഹർഷി ചിട്ടപ്പെടുത്തിയ സൗഭാഗ്യ ചിന്താമണി പ്രകാരമുള്ള പൂജാവിധികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 5:30 മണിക്ക് നിർമാല്യ ദർശനത്തോടെയാണ് ക്ഷേത്രം തുറക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 അടയ്ക്കുന്ന ക്ഷേത്രം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെ തുറന്നിരിക്കും. കാഞ്ചീപുരത്തേക്ക് പോകാൻ ഫ്ലൈറ്റ് മാർഗം വരുന്നവർക്ക് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാം. അവിടെ നിന്നും ഏകദേശം 70 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്താൽ ക്ഷേത്ര നഗരമായ കാഞ്ചീപുരത്തെത്താം. ഇതുകൂടാതെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ് സർവീസുകൾ ലഭ്യമാണ്. ട്രെയിൻ മാർഗം വരുന്നവർക്ക് കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതാണ്. ട്രെയിൻ സർവീസുകളുടെ ലഭ്യത പരിശോധിച്ച ശേഷം യാത്ര തുടങ്ങേണ്ടതാണ്. കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.